പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ ഓരോരുത്തരെയും അങ്ങയുടെ തിരുസന്നിധിയിൽ തിരുക്കുടുംബത്തോട് ചേർത്ത് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ പലവിധ നിയോഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ മക്കളെ അറിയാവുന്ന ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ മക്കളെ കുറിച്ച് എല്ലാം അറിയുന്ന അങ്ങയുടെ വലിയ തിരുമനസ്സിലേക്ക് ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ, അങ്ങയുടെ ജീവന സമൃദ്ധിയിൽ നിറയ്ക്കണമേ, ഞങ്ങളുടെ മക്കളുടെ കരുണയായിരിക്കണമേ. ഞങ്ങളുടെ മക്കൾക്ക് ആവശ്യമായ ആരോഗ്യവും സന്തോഷവും കൃപയും നിറച്ചു നൽകി ഞങ്ങളുടെ മക്കളുടെ ജീവിതങ്ങളെ ധന്യമാക്കണമേ. തിരു കുടുംബത്തിന്റെ മധ്യസ്ഥത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. മക്കൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായി കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശനാൽ മുദ്രിതമാക്കപ്പെട്ട സംരക്ഷണവും നൽകി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാതാപിതാക്കളുടെ മേലും വലിയ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്ക് നയിക്കുന്ന ദൈവിക ഇടപെടലിന്റെ അനുഭവം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുനാമത്തിൽ തന്നെ. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മക്കളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രത്യേകം ഇടപെടും. കാരണം എന്നറിയോ, ദൈവം ഉത്തരവാദിത്വം ഏൽപ്പിച്ചേക്കാം തന്റെ പ്രിയപ്പെട്ട മക്കളെ വളർത്താൻ, ശാരീരികമായി ആത്മീയമായി വളർത്താൻ നമ്മെ ഭരമേൽപ്പിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ആ മക്കളെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇടപെടും, ഇടപെട്ടേ പറ്റൂ. അതുകൊണ്ട് മക്കളെ ഓർത്ത് നമ്മൾ നിരാശപ്പെടുമ്പോ സങ്കടപ്പെടുമ്പോ അതെല്ലാം അവസ്ഥകള്, നിയോഗങ്ങള്, ഏത് കാര്യത്തിനു വേണ്ടിയാണ് സങ്കടപ്പെടുന്നത് ആ നിയോഗങ്ങളാക്കി മാറ്റി കർത്താവിന് മുമ്പിൽ സമർപ്പിച്ചോട് പ്രാർത്ഥിച്ചാൽ ദൈവം ഇടപെടും. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തില് 5-ാം അധ്യായത്തില് നാം വായിക്കുന്ന ഒരു വലിയ സംഭവമുണ്ട്. ജൈറൂസ് തന്റെ പ്രിയപ്പെട്ട മകൾ രോഗബാധിതയായി മരണാസന്നയായി. ആ സമയത്ത് ഈ ജൈറൂസ് ഈശോയുടെ അരികിലേക്ക് കടന്നു വരികയാണ്. സാഷ്ടാംഗം വീണു മുട്ടുകുത്തി, കർത്താവേ, എന്റെ മകൾ മരിക്കാറായി കിടക്കുന്നു, അങ്ങ് വന്ന് എന്റെ കുഞ്ഞിനെ സുഖപ്പെടുത്തണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഈശോ അവിടെ ജനക്കൂട്ടത്തിന്റെ മധ്യ ഇരുന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. വലിയ ജനാവലി ചുറ്റുമുണ്ട്. ഈ സമയത്ത് ഒരപ്പൻ തന്നെ പരമേൽപ്പിക്കപ്പെട്ട കൊച്ചിന്റെ രോഗാവസ്ഥയിൽ ആ വലിയ വേദനയോടെ കർത്താവിന് മുമ്പിലേക്ക് വന്ന് മുട്ടുകുത്തി ആ യാചിച്ചപ്പോ നമ്മൾ കാണുന്നു ഈശോ എഴുന്നേറ്റു. ഈശോ എഴുന്നേറ്റിട്ട് അവന്റെ കൂടെ പോവാ. ആ ജനക്കൂട്ടത്തെ ഒന്ന് ഗൗനിക്കുന്ന പോലും ഇല്ലാത്ത രീതിയിൽ ആ ജനക്കൂട്ടത്തെ വിട്ടിട്ട് ആ അപ്പന്റെ കൂടെ ആ കൊച്ചിന്റെ സൗഖ്യം നൽകാൻ വേണ്ടി പോവാ. നമുക്കറിയാം, ഈശോ പോണ സമയത്ത് വീട്ടുകാർ വന്നിട്ട് പറയുന്നുണ്ട്, കൊച്ചു മരിച്ചുപോയി, ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കണ്ട. ഈശോ പറയാ, വിശ്വസിക്ക്, കർത്താവ് വരികയാണ്. മരിച്ചു പോയ കൊച്ചിനെ സുഖപ്പെടുത്തിക്കൊണ്ട് ജീവൻ നൽകി ഉയർപ്പിച്ചുകൊണ്ട് സൗഖ്യം നൽകി അപ്പനെ ഏൽപ്പിക്കുകയാണ്. വീണ്ടും നമ്മള് മർക്കോസിന്റെ സുവിശേഷത്തില് 9-ാം അധ്യായത്തില് അപസ്മാരം ബാധിച്ച ഒരു കൊച്ചിന്റെ അപ്പൻ ഈശോ പറയാ, കർത്താവേ, എന്റെ കുഞ്ഞിനെ ആർക്കും സുഖപ്പെടുത്താൻ പറ്റണില്ല, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യ് എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോ ഈശോ എന്താ പറഞ്ഞ്, പറ്റുമെങ്കിലെന്നോ. അപ്പൊ അപ്പം പറയാ, എന്റെ അവിശ്വാസം കണക്കിലെടുക്കാതെ കർത്താവേ, എന്റെ കൊച്ചിനോട് കരുണയായിരിക്കണമേ. ഈശോ അവനുള്ള പിശാചിനെ പുറത്താക്കി ആ മകനെ സുഖപ്പെടുത്തി അപ്പന്റെ കയ്യിൽ പിടിച്ചേൽപ്പിച്ചു. ഇതാണ് കർത്താവിന്റെ അപ്പനും അമ്മയും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഇടപെടുന്ന ദൈവത്തിന്റെ സ്വഭാവം. അപ്പന്റെ പ്രാർത്ഥന, അമ്മയുടെ പ്രാർത്ഥന, മക്കൾക്ക് വേണ്ടിയുള്ള കണ്ണുനീര്, നിലവിളി ഒരിക്കലും ശ്രവിക്കപ്പെടാതെ പോകില്ല മക്കളെ. അതുകൊണ്ട് ഏതവസ്ഥയിലും, മരണാസന്നമായ അവസ്ഥയിലോ ആണോ, മരിച്ചുപോയ അവസ്ഥയിലാണോ, തകർന്നുപോയ അവസ്ഥയിലാണോ, പിശാചിനെ ബാധിക്കപ്പെട്ട അവസ്ഥയിലാണോ, ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം ഇടപെടും. ഇന്ന് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കളുടെ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകം ഇന്ന് കർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒത്തിരി രോഗാവസ്ഥയിൽ വേദനിക്കുന്ന മക്കള്,
ഒത്തിരിയേറെ തകർന്നു പോയ മക്കള്, മാരക രോഗാവസ്ഥയില്, ശാരീരികമായ രോഗങ്ങൾ കൊണ്ട് വലഞ്ഞിരിക്കുന്ന മക്കള്, ആശുപത്രി കിടക്കുന്ന മക്കള്, വീട്ടിലായിരിക്കുന്ന മക്കള്, പല പല രോഗങ്ങളാൽ ചികിത്സയിലായിരിക്കുന്ന മക്കള്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ രോഗാവസ്ഥയിൽ നിന്ന് പഠിക്കാൻ പറ്റണില്ല, ജോലിക്ക് പോകാൻ പറ്റണില്ല, ഒന്നും ചെയ്യാൻ പറ്റണില്ല, കിടപ്പായിട്ട് പോയ മക്കള്, അങ്ങനെയുള്ള എല്ലാ രോഗികളായ മക്കളെയും നമുക്ക് അപ്പന്റെയും അമ്മയുടെയും അധികാരത്തില്, കർത്താവേ, അങ്ങയുടെ മക്കളാ, അങ്ങേൽപ്പിച്ച മക്കളാ, രോഗാവസ്ഥയിലാണ്, കർത്താവ് മരിക്കാറായി കിടക്കുന്നു, കർത്താവെ പിശാചിനെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു, കർത്താവെ ഞങ്ങളുടെ മക്കളെ സുഖപ്പെടുത്തണം, അങ്ങ് വരണം, അങ്ങനെ കൊച്ചിന്റെ മേൽ കൈകൾ വയ്ക്കണം, അങ്ങ് തൊടണം, അങ്ങ് സുഖപ്പെടുത്തണം. കർത്താവിന്റെ മുമ്പിലേക്ക് നമ്മുടെ മക്കളുടെ എല്ലാ രോഗങ്ങളെ സമർപ്പിക്കാം. ഞാൻ ഓർക്ക ദിവസങ്ങളൊക്കെ രോഗികളായ അനേക മക്കൾക്ക് വേണ്ടി അനേക മാതാപിതാക്കള്, സഹോദരങ്ങള് കണ്ണീരോടെ പ്രാർത്ഥിക്കാണ്. ഒത്തിരിയേറെ ക്യാൻസർ രോഗം വന്ന മക്കള്, കിഡ്നി സംബന്ധമായ രോഗങ്ങള്, ലിവർ സംബന്ധമായ രോഗങ്ങള്, ഒത്തിരിയേറെ ശാരീരികമായ രോഗാവസ്ഥയിൽ വേദനിക്കുന്ന മക്കള്, അല്ലെങ്കിൽ കിഡ്നി മാറ്റിവെക്കണം പറഞ്ഞ മക്കള്, അങ്ങനെ പല രീതിയിൽ വേദനിക്കുന്ന അനേക മക്കള്. പ്രിയപ്പെട്ട എന്റെ മാതാപിതാക്കളെ, അപ്പന്റെയും അമ്മയുടെയും അധികാരം ഞാൻ വീണ്ടും പറയാ, മക്കൾക്ക് വേണ്ടി, രോഗസൗഖ്യത്തിന് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണം. മക്കളെ ചികിത്സിക്കാൻ വേദനിക്കുന്ന മാതാപിതാക്കള്, കർത്താവെ ഇടപെടണം. അവർ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സ്, ചികിത്സകള് എല്ലാം ഏറ്റെടുക്കണം. അങ്ങ് തന്നെ നയിക്കണം, അങ്ങ് കരം കൊണ്ട് തൊടണം, അങ്ങ് സൗഖ്യം നൽകണം. ഞങ്ങളുടെ മക്കളെ സുഖപ്പെടുത്താൻ അങ്ങേക്ക് പറ്റും. എന്റെ പ്രിയപ്പെട്ട മക്കളെ, കർത്താവിനൊന്നും അസാധ്യമല്ല. വായിക്കുന്നുണ്ട്, രോഗികൾ സുഖപ്പെടുന്ന കർത്താവ്. ലൂക്കായുടെ സുവിശേഷം 5:17 രോഗികളെ സുഖപ്പെടുത്താനുള്ള കർത്താവിന്റെ ശക്തി അവനിലുണ്ടായിരുന്നു. 6:19 അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അനേകം രോഗികൾ സുഖമാക്കപ്പെട്ടു, എല്ലാവരെയും സുഖപ്പെടുത്തി. ദിവ്യകാരന്റെ സന്നദ്ധിയിലേക്ക് നമുക്കിന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയിൽ നിന്ന് ശക്തി പുറപ്പെടട്ടെ, ഞങ്ങളുടെ മക്കളിലേക്ക് അങ്ങയുടെ സൗഖ്യത്തിന് ശക്തി പുറപ്പെട്ട് രോഗികളായ ഞങ്ങളുടെ മക്കളെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളെ, ദിവ്യകാരന്റെ സന്നദ്ധിയിൽ അല്പസമയം നമ്മുടെ മക്കളുടെ സൗഖ്യത്തിനു വേണ്ടി ഏറ്റവും എളിമയോടെ, വിശ്വാസത്തോടെ, ശരണത്തോടെ അപ്പന്റെയും അമ്മയുടെയും അധികാരത്തിൽ കർത്താവ് തന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങ് തന്നെ തൊട്ട് സുഖപ്പെടുത്തണം. ആമേൻ. നീ എന്റെ സങ്കേതവും നീ എന്റെ കോട്ടയും നീ എന്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം, സ്നേഹിച്ചിടും ഞാനെൻ സർവവുമായി അടിയനേതാ. ദിവ്യകാരണീശോയെ, ഞങ്ങൾ തന്നെ പൂർണ്ണമായും അങ്ങേ തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞ് ഒരുമിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. സ്നേഹത്തോടെ അങ്ങ് ഞങ്ങളെ പരമേൽപ്പിച്ച മക്കള്, ആ മക്കളുടെ ആരോഗ്യം, അവരുടെ വളർച്ച, അവരുടെ ജീവിതം മുഴുവനും കർത്താവേ തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും പ്രത്യേകമായ വിധത്തില് അങ്ങ് ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ മക്കളുടെ രോഗസൗഖ്യത്തിന് വേണ്ടി ഞങ്ങൾ ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, രോഗികളായ ഞങ്ങളുടെ മക്കള്, ഒത്തിരി വേദനിക്കുന്ന മക്കള്, ആശുപത്രി കിടക്കുന്ന മക്കള്, മാരക രോഗത്തിന് അടിമപ്പെട്ടു പോയ മക്കള്, മെഡിക്കൽ സയൻസ് കൈയൊഴിഞ്ഞ മക്കള്, നിരന്തരമായ രോഗാവസ്ഥയിൽ വേദനിക്കുന്ന മക്കള്, ചെറുപ്പത്തിലെ ഷുഗർ ബാധിച്ചു പോയ മക്കള്, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വേദനിക്കുന്നവര്, കിഡ്നി സംബന്ധമായ രോഗങ്ങള്, ഉദര സംബന്ധമായ രോഗങ്ങള്, വിട്ടുമാറാത്ത തലവേദന, ശിരസ് മുതൽ പാദം വരെ ഞങ്ങളുടെ മക്കളുടെ ശാരീരിക രോഗങ്ങളുടെ മേൽ കർത്താവേ അങ്ങയിൽ നിന്ന് ശക്തി പുറപ്പെട്ട് സൗഖ്യം നൽകട്ടെ എന്ന് ദിവ്യകാരുടെ നാഥ അങ്ങേ തിരുസന്നിധിയില് രോഗികളായ ഞങ്ങളുടെ മക്കളുടെ എല്ലാ രോഗാവസ്ഥകളെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ രക്തസ്രാവം ബാധിച്ച സ്ത്രീ അങ്ങയെ തൊട്ടപ്പോ അങ്ങയിൽ നിന്ന് ശക്തി പുറപ്പെട്ട് തൽക്ഷണം അവരുടെ രക്തസ്രാവം നിലച്ചതുപോലെ യേശുവേ ഇപ്പോൾ അങ്ങയിൽ നിന്ന് ശക്തി പുറപ്പെടട്ടെ.
ആ സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അനേകം രോഗികൾ സുഖമാക്കപ്പെട്ടു. ആ വലിയ ശക്തി ഇപ്പോൾ ഈ നിമിഷം ദിവ്യകാരുണ്യ ഈശോയെ അങ്ങയിൽ നിന്ന് ഞങ്ങളുടെ മക്കളിലേക്ക് പ്രവഹിക്കട്ടെ. ഈശോയെ നന്ദി കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ. ജാരൂസിന്റെ കുടുംബത്തിലേക്ക് കടന്നു വന്ന് ആ കുഞ്ഞിനെ ഉയർപ്പിച്ച് സുഖപ്പെടുത്തി കൊടുത്ത കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ രോഗാവസ്ഥയിലേക്ക് അങ്ങ് വരണമേ, അങ്ങ് തൊടണമേ, അങ്ങ് സൗഖ്യം നൽകണമേ കർത്താവേ. അപസ്മാരം ബാധിച്ച ആ ബാലന്റെ അപ്പനെ പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങേക്ക് കഴിയും, ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങേക്ക് സുഖപ്പെടുത്താൻ പറ്റും. ഇടപെടണമേ, സഹായിക്കണമേ, സൗഖ്യപ്പെടുത്തണമേ കർത്താവേ. വലിയ കരുണയ്ക്ക് വേണ്ടി രോഗികളായ എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള രോഗികളായ എല്ലാ മക്കൾക്കും വേണ്ടി, ആ മക്കളുടെ മാതാപിതാക്കളുടെ കണ്ണുനീരും നൊമ്പരങ്ങളും സഹനങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും ചികിത്സിക്കാൻ വകയില്ലാത്ത അവസ്ഥകളും എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ സൗഖ്യശക്തി വ്യാപരിക്കട്ടെ. ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയും സൗഖ്യശക്തി വ്യാപരിക്കട്ടെ. ജീവന സമൃദ്ധിയാൽ നിറച്ച് ഞങ്ങളുടെ മക്കളെ സുഖപ്പെടുത്തണമേ. ഈശോയെ നന്ദി. ദിവ്യാനുസന്നതിയില് എല്ലാ രോഗാവസ്ഥകളെയും മക്കളുടെ സമർപ്പിക്കും. മക്കളെ ചികിത്സിക്കാനുള്ള അവസ്ഥകൾ, എല്ലാ ട്രീറ്റ്മെന്റുകളും ഫലമണിയാനുള്ള ദൈവത്തിന്റെ കൃപ, കർത്താവ് നൽകിയ വൈദ്യൻ, അവന്റെ സഹായം നമ്മുടെ മക്കളിൽ ഫലിക്കട്ടെ. വലിയ സൗഖ്യശക്തിയാൽ കർത്താവ് നമ്മുടെ മക്കളെ തൊട്ട് സുഖപ്പെടുത്തട്ടെ. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മക്കളുടെ രോഗത്തിന്റെ മേഖലകളെ ദിവ്യകാരുണ്യത്തിന് സമർപ്പിച്ച് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആശീർവാദ സമയത്ത് കർത്താവിന്റെ സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കാൻ നമ്മുടെ മക്കളെയും രോഗങ്ങളോടും വേദനകളോടും കൂടി സമർപ്പിച്ചുകൊണ്ട് ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. മക്കളെ സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയെ ആശീർവാദ സമയത്ത് അങ്ങയിൽ നിന്ന് ശക്തി പുറപ്പെട്ട് ഞങ്ങളുടെ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ സൗഖ്യത്തിന്റെ ശക്തി അനുഭവിക്കാൻ ഇടയാകത്തക്ക വിധം അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കി ഞങ്ങൾ കാണട്ടെ. അത്ഭുത സൗഖ്യം, അത്ഭുതമായ വിടുതൽ ഞങ്ങളുടെ മക്കളിൽ ഞങ്ങൾ കാണട്ടെ. ഈശോയെ നന്ദിയോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, സൗഖ്യപ്പെടുത്തണമേ.